ചിക്കൻ എപ്പോഴും ഒരേ ടേസ്റ്റിൽ കറി വെക്കാതെ ഒന്ന് മാറ്റി പിടിച്ചാലോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാൽ, കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പും ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു പാനിലേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു ചെറിയ കളർ മാറി വരുന്നവരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ മസാല പരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒരു 2 മിനിറ്റോളം ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്കുണ്ടല്ലോ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഒരു 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉണ്ടല്ലോ നമുക്ക് അതിലേക്ക് ചിക്കൻ വേകാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്കൊന്നങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാന്ന് തുറന്നിട്ട് നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ നന്നായിട്ട് വെന്ത് വരുമ്പോൾ യോഗട്ടും അതുപോലെ തന്നെ കാഷ്യും കൂടി ചേർത്തൊന്ന് അരച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ കുറച്ച് കസൂരി മെത്തിയും കൂടി ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ സംഭവം സെറ്റായി. സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്യുന്നതൊക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.